ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. 32 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം വിരമിക്കുന്ന ചെറുപുഴ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ എം നാരായണൻ നമ്പൂതിരിക്ക് യാത്രയയപ്പ് നൽകി. ചടങ്ങിൽ ശശിധരൻ KP സ്വാഗതം ആശംസിച്ചു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ രൂപ മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ സബ് ഡിവിഷൻ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഓഫ് പോലീസ് K വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ഗംഗാധരൻ CP, പ്രമോദ് കുമാർ M, കണ്ണൂർ റൂറൽ KPA പ്രസിഡന്റ് ജയേഷ് KV, പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ K ഖദീജ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് തങ്കമണി P എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. ചെറുപുഴ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നാരായണൻ നമ്പൂതിരി മറുപടി പ്രസംഗം നടത്തി. സ്റ്റേഷൻ റൈറ്റർ രതീഷ് KC നന്ദി രേഖപ്പെടുത്തി. തുടർന്ന് SSLC, +2, USS പരീക്ഷയ്ക്ക് ഉന്നത വിജയം നേടിയ കുട്ടികൾക്ക് മൊമെന്റോ നൽകി അനുമോദിച്ചു. പോലും മൈൻഡ് ചെയ്യാതെ ഇത്രയും കാലം നമ്മളെ പീഡിപ്പിച്ച ഓഫീസർ എന്നതിന് പോലെ ഇദ്ദേഹം ഇതുവരെ നമ്മളെ മേൽ ഓഫീസറായിരുന്നു. അതുകൊണ്ട് ഇനി ആ ഒരു അംഗീകാരം കൊടുക്കാൻ പറ്റില്ല എന്നുള്ള നിലക്ക് പ്രവർത്തിക്കുന്ന ജൂനിയർ ആയിട്ടുള്ള ഓഫീസേഴ്സ് കുറേയുണ്ട്. അത് വളരെയധികം ഇപ്പോൾ ഇവിടെ പോലീസുകാർ മാത്രമേ ഉള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരിക്കലും അവരെ കാണാൻ പാടില്ല. അതാണ് നേരത്തെ രൂപ പറഞ്ഞത്. നമ്മൾ ഇത്രയും വർഷം 32 വർഷം ഒരു പോലീസ് സർവീസിൽ നിന്നുകൊണ്ട് പോലീസ് നമ്മുടെ സമൂഹത്തെ സേവിക്കുക എന്നുള്ളത് വളരെ കഠിനകരവും അതുപോലെ ആത്മസമർപ്പണവും ഡെഡിക്കേഷനും വേണ്ട ഒരു ജോലിയാണ് പോലീസ്. മറ്റുള്ള കൂടുതൽ വിമർശിക്കുന്നത് നമ്മുടെ ഭാഗത്തുണ്ടാകുന്ന ചെറിയൊരു പാളിച്ച പോലും അല്ലെങ്കിൽ ചെറിയൊരു അശ്രദ്ധ പോലും ജനങ്ങളത് വലിയ രീതിയിൽ കൈകാര്യം ചെയ്യുന്നത് വിമർശിക്കുന്നത് വിധേയമാക്കുന്നത്. അതുകൊണ്ടെന്നാണെന്നുള്ള ഒരു സ്വയം വിമർശനം നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് ഈ ജനങ്ങളുടെ ഭാഗത്തും മാധ്യമങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന വിമർശനമൊന്നും അത്ര കണ്ട് എഫക്റ്റ് ചെയ്യില്ല. പക്ഷേ നമ്മളത് വിചാരിക്കാതെ കൊണ്ടാണ് പലപ്പോഴും നമ്മളെക്കുറിച്ച് വിമർശിക്കുമ്പോൾ നമുക്ക് വേദന തോന്നും. നമ്മൾ വിമർശിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ പൊതുവായ അഭിപ്രായം. ഈ ഒരു എല്ലാത്തിനെ കുറിച്ച് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ധൈര്യമായി ഈ സേനയിൽ ജോലി ചെയ്യാൻ പറ്റും. ഞാനെപ്പോഴും നമ്മുടെ കീഴുദ്യോഗസ്ഥന്മാരോട് പറയുന്ന കാര്യമാണ്, ഇപ്പോൾ പുതിയ സർവീസിൽ വരുന്നവരോട് പറയുന്ന കാര്യമാണ്, നമ്മൾ പഠിക്കാനുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ധൈര്യപൂർവ്വം ഏതൊരു സിറ്റുവേഷൻ നമ്മളെല്ലാ ദിവസവും തോറും ഓരോ മണിക്കൂറും വ്യത്യസ്തമായ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. അല്ലാണ്ട് ഒരു അധ്യാപകരെ പോയോ അല്ലെങ്കിൽ മറ്റ് ഒരു റവന്യൂ വകുപ്പിനെയോ ഒരേ തരത്തിലുള്ള ജോലി ചെയ്യുന്നവരല്ല. ഓരോ നിമിഷവും ഓരോ മണിക്കൂർ നമ്മൾ വ്യത്യസ്തമായ ജോലിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഇപ്പോൾ ഒരു എല്ലാ രോഗം നമ്മൾ കഴിഞ്ഞ് വന്നാൽ അടുത്ത നിമിഷം നമ്മൾ ആ ഒരു കേസ് എഴുതുന്ന കാര്യത്തിലേക്കായിരിക്കും പോവുക. ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ കേസ് എഴുതുന്ന കാര്യത്തിൽ അപ്പോഴേക്കായിരിക്കും ഒരു ഇൻക്വസ്റ്റ്, എസ് എന്നുള്ള ഇൻക്വസ്റ്റ് അങ്ങനെ എപ്പോഴും നമുക്ക് ഒരു നിശ്ചിതമായ ജോലിയല്ല ചെയ്യേണ്ടി വരിക. പല അവസ്ഥയിലുള്ള ജോലികളായിരിക്കും നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു എല്ലാ അവസ്ഥയെക്കുറിച്ച് നമ്മൾ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഒരു കേസ് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ ഒരു ഇൻക്വസ്റ്റ് എങ്ങനെ എഴുതണം, അല്ലെങ്കിൽ വേറൊരു ക്രൈം സീനിൽ പോയാൽ അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള പൂർണ്ണമായ ധാരണ ഉണ്ടെങ്കിൽ മാത്രം നല്ലൊരു ഓഫീസറായി നമുക്ക് വളരാൻ പറ്റും. നീണ്ട 32 വർഷത്തെ സർവീസിന് ശേഷം ഇന്ന് ഈ 31 നാരായണൻ സാർ വിരമിക്കുകയാണ്. ഞാനും അദ്ദേഹം ഒരേ PSC ആണ്. പക്ഷേ അദ്ദേഹത്തിന് ഒരു വർഷം ശേഷമാണ് ഞാൻ പോലീസിൽ കയറിയത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കുടുംബം എല്ലാം ഭദ്രമാണെന്ന് അറിയാം. അദ്ദേഹത്തെ പറ്റി മുഴുവൻ കാര്യങ്ങളും രൂപമായിട്ട് സാർ പറഞ്ഞിട്ടുണ്ട്. ഈ വൈകിയ വേളയിൽ വീണ്ടും അതൊക്കെ പറഞ്ഞിട്ട് സമയം പോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹത്തിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകളും നേരിടുന്നു. ഓൾറെഡി എനിക്ക് നാരായണ സ്റ്റേറ്റ് എന്തായാലും വർക്ക് ചെയ്തിട്ടുള്ള പരിചയമൊന്നുമില്ല. പക്ഷെ ആളായിട്ട് ഇടയ്ക്കൊക്കെ വിളിച്ച പരിചയം, പലപ്പോഴും കാണുന്നുള്ള പരിചയം അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ എങ്കിൽ പോലും വളരെയധികം ഈ പറയുന്ന കേൾക്കുമ്പോഴായാലും അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴായാലും അദ്ദേഹത്തിൻ്റെ ജോലിയിലുള്ള ഒരു ആത്മാർത്ഥത, ഈ പറഞ്ഞ സുരചർക്ക് നമുക്ക് ആ സംസാരത്തിൽ പോലും ഫീൽ ചെയ്യുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ വരാൻ ഭയങ്കര താല്പര്യത്തോടു കൂടി വന്നതാണ്. IP വരേണ്ടതായിരുന്നു. IP കോടതിയുമായി ബന്ധപ്പെട്ട് IP എന്നില്ല. എന്നാൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് താല്പര്യപ്പെട്ട് വന്നൊരു പ്രോഗ്രാം കൂടിയാണിത്. തീർച്ചയായും ഒന്നുമില്ല, ഒന്നിച്ച് വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാണ്ട് തന്നെ അദ്ദേഹത്തോട് അത്രത്തോളം ഇഷ്ടവും താല്പര്യവും ബഹുമാനവും തോന്നുന്ന ഒരു സിറ്റുവേഷൻ കൂടിയാണ്. പിന്നെ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇത്രയും നല്ല നല്ല വാക്കുകൾ, എനിക്ക് മുമ്പേ സംസാരിച്ചവർ പറയുന്ന നല്ല വാക്കുകൾ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെ തന്നെയായിരിക്കും. പിന്നെ അതുപോലെ നീണ്ട 32 വർഷത്തെ സർവീസിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഇവിടെ ഓൾറെഡി സംസാരിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് ആക്ച്വലി ഞാൻ ഇന്ന് അറിഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം നല്ലൊരു കർഷകൻ കൂടിയാണെന്നുള്ള കാര്യം ഇന്ന് എൻ്റെ ഡ്രൈവർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ കൃഷി ചെയ്യാമെന്ന് പറയുമ്പോഴും അദ്ദേഹം ഉണ്ടായിരിക്കുകയാണ്. ഓൾറെഡി നല്ല കർഷകനാണ് അത്രേ. അപ്പോൾ ഒരിക്കലും ഈ ഒരു സർവീസ് റിട്ടയർമെൻറ്റ് ജീവിതം ഒരിക്കലും ഒരു റെസ്റ്റ് ആയിരിക്കില്ല. അദ്ദേഹം വീണ്ടും ഈ ചെറിയൊരുക്കും കാര്യങ്ങളും വീണ്ടും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ കൊണ്ടുവരാൻ പോകുന്നത്.
അദ്ദേഹത്തിൻ്റെ ഈ ഒരു കൃഷിയിലൂടെയും മറ്റ് കാര്യങ്ങളും തീർച്ചയായും എൻഗേജ്ഡ് ആയിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് ഈ മാസം 13 പേർ റിട്ടയർ ചെയ്യുക. അവിഭക്ത കണ്ണൂർ ജില്ലയെ എടുത്തു കഴിഞ്ഞാൽ 61ഓളം പേർ ഈ മാസം റിട്ടയർ ചെയ്തു പോകുന്നുണ്ട്. 61 പേർ എന്ന് പറയുന്നത് നേരത്തെ വിനോദ് സാർ സൂചിപ്പിച്ചു കഴിഞ്ഞതുപോലെ ചെറുപ്പം ചോർന്നു പോകാത്ത 61 പേരാണ്. തികച്ചും യാഥാർത്ഥ്യബോധത്തോടുകൂടി പുതിയ കാലത്തെ പോലീസിനെ ഉൾക്കൊണ്ടുകൊണ്ട് സജീവമായി പ്രവർത്തിക്കുന്ന 61 പേരാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതൊരു വലിയ സംഖ്യ തന്നെയാണ്. വരും തലമുറകളിലേക്ക് പോലീസിനെ ഏൽപ്പിച്ചു കൊടുക്കുന്ന തരത്തിലുള്ള റിട്ടയർമെൻറ്റ്, തലമുറ മാറ്റം എന്ന് നമ്മൾ പൊതുവെ പറയുന്ന തരത്തിലുള്ള റിട്ടയർമെൻറ്റാണ് ഈ മാസം നമ്മുടെ ജില്ലയിൽ എന്നല്ല സംസ്ഥാനത്ത് ആകമാനം നടന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ വിനോദ് സാർ ഉൾപ്പെടെയുള്ളവർ സൂചിപ്പിച്ചതുപോലെ നാരായണൻ സാറൊക്കെ പോലീസിലേക്ക് വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് വലിയ കഷ്ടതകളുടെ കാലമായിരിക്കും. നമ്മളൊന്നും ഇന്ന് അനുഭവിക്കുന്ന മോട്ടോർ ബൈക്കിൻ്റെയോ മൊബൈൽ ഫോണിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് ആധുനിക സാങ്കേതിക വിദ്യയുടെ ഒന്നും സഹായമില്ലാത്തൊരു കാലത്ത് വളരെ ദൂരെ സ്ഥലങ്ങളിൽ ചെന്ന് ജോലി ചെയ്യുന്ന സാഹചര്യങ്ങൾ പോലും ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ കുടുംബത്തോടൊപ്പം അടുത്തിടവഴിക്കൊണ്ട് ജോലി ചെയ്യാൻ സാഹചര്യമില്ലാത്തൊരു കാലത്തിലൂടെയായിരുന്നു അവരൊക്കെ കടന്നുപോയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരുപക്ഷെ അതുപോലെ നമ്മുടെ അടുത്ത് കൃഷിഭവനിലെയും മൃഗാസ്പത്രിയിലെയും ജീവനക്കാർ നീണ്ട 32 വർഷത്തെ സേവനത്തിന് ശേഷം ഈ മാസം 31-ാം തീയതി സർവീസ് നിർത്തി ചെയ്യുന്ന നാരായണൻ സാറെ പറ്റി എല്ലാവർക്കും അറിയാം. ഏത് കാര്യത്തിലും നല്ല ചുറുചുറുക്കോടുകൂടി സ്റ്റേഷൻ്റെ കാര്യമായാലും ലോ ആൻഡ് ഓർഡറുടെ കാര്യമായാലും സ്റ്റേഷനിലെ പോലീസുകാരുടെ കുടുംബകാര്യങ്ങളും കൂടി ശ്രദ്ധിക്കുന്ന ഒരു പോലീസുകാരനാണ് നമ്മൾ നാരായണൻ സാർ. ഇപ്പോൾ ഈ പോലീസിൻ്റെ കേസിൻ്റെ കാര്യത്തിൽ 101% പെർഫെക്റ്റായ ഒരു ഓഫീസറായിട്ടാണ് എനിക്ക് നാരായണൻ സാറിനെ കാണാൻ പറ്റും. ഓരോ കാര്യത്തിൻ്റെ സാറിൻ്റെ ഓരോ കേസിൻ്റെ കാര്യത്തിലുള്ള ഗ്രാവണ്യം നേരിട്ട് അറിവുള്ള ഒരാളാണ് ഞാൻ. നാരായണൻ സാറുടെ പോലുള്ള ആളുകളുടെ സേവനം നമ്മുടെ സ്റ്റേഷനിലെ പോലീസുകാർക്ക് തുടർന്നും ലഭിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് നമ്മുടെ പോലീസുകാരെല്ലാവരും നാരായണൻ സാറുടെ ശിഷ്യത്വം സ്വീകരിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. 32 വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന നാരായണൻ സാർ, 31/5 റിട്ടയർ ചെയ്യുന്ന സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ്റെ കാര്യത്തിൽ സാറിനെ മറ്റുള്ളവർ മാതൃകയാക്കണമെന്ന് പറയാനാണ്. ഞാൻ ഇപ്പോൾ അടുത്ത കൊല്ലം റിട്ടയർ ചെയ്യേണ്ട ആളാണ്. ഒരുപാട് ചെറുപ്പക്കാരായ പോലീസുകാരുണ്ട്. അവർ സാറിൻ്റെ ഈ അന്വേഷണ പാഠം, കേസിൻ്റെ അന്വേഷണ പാഠം സാറിൻ്റെ അടുത്ത് പറഞ്ഞ് ചോദിച്ചറിഞ്ഞ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. സാറിനെ പോലുള്ള ഓഫീസർമാർ വളരെ കുറവാണ്. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല. സാറിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം രൂപ സാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെയാണ് സാറിൻ്റെ ശിഷ്ടജീവിതം സന്തോഷപ്രദമാകട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് വിനീതമായ കൂപ്പുകയും 1993 മാർച്ച് മാസത്തിലാണ് ഞാൻ കേരള പോലീസിൻ്റെ ഭാഗമാകുന്നത്. തുടർന്ന് KAP 4th കാസർഗോഡ് AR ക്യാമ്പ്, പിന്നീട് കാസർഗോഡ് വിവിധ പോലീസ് സ്റ്റേഷനുകളിലും പണിയെടുത്ത് 2021 ഞാൻ സബ് ഇൻസ്പെക്ടറായി പ്രൊമോഷനായിട്ട് വളപട്ടണം 2021 മെയ് മാസം വളപട്ടണത്താണ് ഞാൻ ആദ്യമായിട്ട് സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്യുന്നത്. ഇവിടെ 2 വർഷം സുമാർ 2 വർഷത്തോളം വളപട്ടണം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടറായി. അവിടെ IP ഇല്ലാത്ത സമയവും അതുപോലെ ഡയറക്റ്റ് SIമാർ ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. തുടർന്ന് ഞാൻ ചെറുപുഴ പോലീസ് സ്റ്റേഷനിലും ഇലക്ഷൻ്റെ ഭാഗമായിട്ട് കോഴിക്കോട് സിറ്റിയിലും പണിയെടുത്തിരുന്നു. അങ്ങനെ ഇതാണ് എൻ്റെ ഒരു പോലീസ് ജീവിതത്തിൻ്റെ ഒരു ചുരുക്കം. എൻ്റെ കുടുംബം, ഭാര്യ, 2 മക്കൾ, എൻ്റെ അമ്മ. കാനായി പയ്യന്നൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കാനായിലാണ് എൻ്റെ വീട്. എൻ്റെ കൂടെയാണ് അമ്മ താമസിക്കുന്നത്. അച്ഛൻ 7 വർഷം മുമ്പ് മരിച്ചു. റിട്ടയർഡ് അധ്യാപകനായിരുന്നു. 2 മക്കൾ, മൂത്തവൾ എറണാകുളം കാക്കനാട് IT ജോലി ചെയ്യുന്നുണ്ട്. രണ്ടാമത്തവൾ കോഴിക്കോട് NIT ലാസ്റ്റ് ഇയർ പഠിക്കുന്നു. കുടുംബം വളരെ സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് പോകുന്നു. മറ്റ് ബുദ്ധിമുട്ടുകളൊന്നുമില്ല. പിന്നീട് റിട്ടയർമെൻറ്റ് ജീവിതം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കാൻ ഏതായാലും ഉദ്ദേശിക്കുന്നില്ല. സജീവമായിട്ട് എല്ലാ രംഗത്തും സജീവമായിട്ടുണ്ടാവും.
ഞാൻ പണ്ടേ വീട്ടിൽ വെറുതെ ഇരുന്ന് ശീലമില്ല. രാവിലെ 5 മണിക്ക് എല്ലാ ദിവസവും, ഡേ ഓഫ് ദിവസവും രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കും. ലീവുള്ള ദിവസം എഴുന്നേൽക്കാറുണ്ട്. അത് ഇനിയും തുടർന്നു പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ഷുഗറോ മറ്റ് അസുഖങ്ങളോ ഒന്നും എന്നെ ബാധിച്ചിട്ടില്ല. അഹങ്കാരം പറയുന്നില്ല, ഇതുവരെ ദൈവാനുഗ്രഹത്താൽ അസുഖങ്ങളൊന്നുമില്ല. ഇത്രയുമാണ് എൻ്റെ വ്യക്തി ജീവിതവും പോലീസ് ജീവിതവും. ചെറുപുഴയിലെ സഹപ്രവർത്തകർ എല്ലാവരും വളരെ ഒരു അനുജന്മാരെ പോലെയും പെരുമാറിയിട്ടാണ്. അവരെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത സ്നേഹമാണ് ചെറുപുഴയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതുപോലെ രൂപ മേഡം വളരെ എന്നെക്കാട്ടും വളരെ ചെറുപ്പമാണെങ്കിൽ വളരെ നല്ല ഒരു സ്നേഹത്തോടു കൂടി, വളരെ പരസ്പര ഐക്യത്തോടു കൂടിയാണ് നമ്മളിവിടുന്ന് മുന്നോട്ട് പോയിട്ടുള്ളത്. നല്ലൊരു ടീം വർക്കായിരുന്നു ചെറുപുഴ. ഏത് രംഗത്തും ആരെപ്പോഴും വിളിച്ചാലും ഒരു നെഗറ്റീവ് സമീപനം എന്നോടുണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ ചുറുചുറുക്കോടുകൂടി എൻ്റെ കൂടെ പ്രവർത്തിക്കാനുണ്ടായിരുന്നു. അത് ഇന്നും സന്തോഷം നൽകുന്നു. നാരായണ സാറിനെ പറ്റി എല്ലാവരും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ കൂടുതൽ പറയണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. എന്നാലും തീർച്ചയായും നാരായണ സാറ് നമ്മുടെ സ്റ്റേഷനിൽ നിന്ന് റിട്ടയറായി പോകുന്നത് നമ്മൾക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പുതിയ തലമുറയ്ക്ക്, നമ്മുടെ സ്റ്റേഷനിലെ മുഴുവൻ പോലീസുകാർക്കും പഠിക്കാനുള്ള ഒരു പാഠപുസ്തകം തന്നെയാണ് നാരായണ സാറുടെ ഈ പോലീസ് ജീവിതം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് കാറ്റിലും മഴയിലും ഉലയാതെ നമ്മുടെ സ്റ്റേഷൻ്റെ മുന്നിലുള്ള സ്റ്റേഷനിൽ സ്ഥിരമായി ഉണ്ടാകുന്ന ഒരു വടവൃക്ഷം തന്നെയാണ് നമ്മൾക്ക് നഷ്ടമാകുന്നത് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൂടുതൽ പറഞ്ഞു മുഷിപ്പിക്കുന്നില്ല, എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ചടങ്ങ് ചെറുപുഴയുടെ ഹൃദയഭാഗത്ത് 7 വർഷങ്ങളായി പ്രവർത്തിച്ചു വരുന്ന സെഡ് മൊബൈൽ നവീകരിച്ച ഷോപ്പിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഐഫോൺ, സാംസങ്, റെഡ്മി, റിയൽമി, OnePlus, IQ തുടങ്ങിയ ലോക പ്രശസ്ത ബ്രാൻഡുകളുടെ മൊബൈൽ ഫോണുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ EMI സൗകര്യത്തോടുകൂടി നിങ്ങളിലേക്ക്. മൊബൈൽ ആക്സസറീസ്, സെക്കൻഡ് ഹാൻഡ് ഫോൺ മുതലായവ ലഭ്യമാണ്. കാലത്തിന്റെ ആധുനികതയ്ക്കൊപ്പം ചെറുപുഴയെ നയിക്കുന്ന സെഡ് മൊബൈൽ, അമ്പലം റോഡ്, ചെറുപുഴ. ഫോൺ 92077577.